ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റ് സർവൈവൽ ലെറ്റ്സ് പ്ലേയുടെ എപ്പിസോഡ് 5 എല്ലാവർക്കും തന്നെ സ്വാഗതം. ഞാൻ പുതിയ നിൽക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ കണ്ട അതന്നെ നമ്മളിവിടെ മോബ് ഫാം ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. നോക്ക് ഇങ്ങോട്ട് ഹാർഡ് വർക്കിംഗ് മൈൻക്രാഫ്റ്റ് യൂട്യൂബർ ഹാർഡ് വർക്കിംഗ് മൈൻക്രാഫ്റ്റ് യൂട്യൂബർ എന്ന് പറഞ്ഞ ഹാർഡ് വർക്കിംഗ് ഒന്നും നോക്കിയില്ല. മോബ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞവരെ. പിന്നെ ഈ ചെസ്റ്റ് ഇങ്ങോട്ട് നോക്കി, നമ്മൾ ഒരു സ്റ്റാക്ക് ഗൺ പൗഡറും ഒരു സ്റ്റാക്ക് ബോണം ഒപ്പിച്ചും വെച്ചിട്ടുണ്ട്. നല്ല എഫിഷ്യൻ്റാണിത്. ഇതൊന്ന് അമ്മേ പൊട്ടിത്തെറിക്കല കേട്ടോ. അവിടെ ചെറിയൊരു സീനൊന്നും ശരിയാക്കണ്ട്. പിന്നെ ഇതിപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റിയ കാരണം രണ്ടാമത്തെ വട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കണേ. കാര്യം നല്ല ചെറുതായിട്ട് ഞാൻ ഇൻട്രോ എടുത്തതിന് ശേഷം പിന്നെ ഓണാക്കിയതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്നും കിട്ടിയിട്ടില്ല. സോറി ഫോർ ദാറ്റ്. എൻ്റെ ബോട്ടിയുടെ പിന്നെ ബേസിൽ ഒരു പുതിയൊരു സാധനം പണിഞ്ഞു, കുറേ ഐറ്റംസ് പണിഞ്ഞു, ബ്രീഡറൊക്കെ പണിഞ്ഞു ആ വീഡിയോയിൽ. പക്ഷേ ലാസ്റ്റ് ഔട്ട് എടുക്കാൻ നോക്കിയപ്പോൾ ആ വീഡിയോ റെക്കോർഡായിട്ടില്ല എന്നുള്ള നഗ്ന സത്യം എനിക്ക് മനസ്സിലായത്. ബേസിൽ ഞാനൊരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. അത് ആരെ ഫേസാണ് നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ചിലർക്ക് അറിയുന്നുണ്ടാവില്ല. ചെറിയ യൂട്യൂബർ കേട്ടോ. എനിക്ക് ചിലർക്കൊന്നും അറിയത്തുണ്ടാവില്ല. 1.21 ബഗ് റോക്കറ്റ്സ് എന്താ ഇത്? ലോഡ് പോളാണ് ഈ ചങ്ക്. ഞങ്ങൾക്ക് മൊത്തത്തിൽ ലോഡാകുമ്പോൾ ചെറിയ സ്ക്രീൻ ക്രാഷ് ആവും. അതില്ല, ഫുള്ള് ലോഡായിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അത് ഏത് യൂട്യൂബറാണ്. ഗസ്റ്റ് ജോഡി എടാ നോക്ക് ഗൈസ്, നമ്മുടെ സുധിയുടെ ഫേസ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇന്നത്തെ എപ്പിസോഡിലെ ഗോൾ ഞാൻ പറഞ്ഞില്ല. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കലാണ്. അപ്പോൾ റിസോഴ്സും കാര്യമൊക്കെ തന്നെ ഞാൻ ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഉണ്ടാക്കിയാൽ മതി. ഗ്യാദർ ചെയ്ത് വെച്ചിട്ടില്ല, ഉണ്ടാക്കാണ്ട്. അതൊന്ന് ഉറങ്ങി എണീക്കട്ടെ. മോബ്സ് ഉണ്ട് നല്ല കണക്ക്. ക്രീപ്പർ മാത്രം വരരുത്. ഇവിടെ ഒരു മൊബൈലില്ലല്ലോ. പിന്നെന്താ ഉറങ്ങാൻ പറ്റായിരുന്നു? എനിക്കറിഞ്ഞൂടാ. ഇതെന്ത് കളി? ബഗ് അടിച്ചോ മൈൻക്രാഫ്റ്റ്? മുകളിൽ കയറുന്നുറങ്ങാം. ഇതിൽ ബെഡുണ്ടോ അവൻ്റെ കയ്യിൽ? ഞാൻ ബ്രീഡർ ഉണ്ടാക്കിയപ്പോൾ അവിടെ വെച്ചിട്ടില്ല. എൻ്റെ കയ്യിലുണ്ടെന്ന് ഒരു ബെഡുണ്ട് കയ്യിൽ. ബെഡ് പോരട്ടെ, ഇവിടെ പ്ലേസ് ചെയ്ത് ഉറങ്ങും ചെയ്യാം. അങ്ങനെ അതും സെറ്റ്. സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ വേണ്ടക്സ് ഇത് എപ്പിസോഡിൽ നമുക്ക് സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കണ്ട. നമുക്ക് ഈ നെതർ പോർട്ടൽ സെറ്റാക്കാം. സൂപ്പർ സ്മെൽറ്ററിന് കുറച്ച് പണിയില്ല. റിസോഴ്സൊന്നും ഗ്യാദർ ചെയ്തിട്ടില്ല. പിന്നെ ചെയ്യും എനിക്ക് മടി. ഇതൊന്ന് സെറ്റാക്കാണ്ട് നെതറിലോട്ടൊന്ന് കയറട്ടെ. നമ്മളെ പോർട്ടലിൽ ഇരിക്കുന്നതിൻ്റെ പോർട്ടലിൽ ഇരിക്കുന്നതിൻ്റെ ഈ സൈഡിൽ കണ്ടോ, ഇതാണ് നമ്മുടെ പുതിയ പറയുക, ഈ സാധനത്തിന് പറയണ ടണൽ. ഇത് നമ്മളെ വില്ലേജ് ബ്രീഡറിലോട്ട് പോകുന്ന ടണലാണ്. നമ്മളെ വില്ലേജ് ബ്രീഡറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് നോക്കണ്ട, ഇതിനൊരു പെട്ടെന്ന് ഒരു ഡിസൈൻ കെട്ടിയതാണ്. എന്തിനു പറയുക, ഒരു മതിൽ കെട്ടിയതാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ 2 വട്ടം വില്ലേജേഴ്സിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. അവിടെ ഈ പൊട്ട എടുത്ത് കൂടി ചാടി എല്ലാ സൈലും അടച്ചിട്ടുണ്ടല്ലോ. ചേടാ പൊട്ടനോടെ പറഞ്ഞെടുക്കണേ. പോലത്തെ PvP പ്രോളയൻ അടി കൊള്ളണ പോലും ഇല്ലേ. കൊന്നു അവനടിച്ച് കൊന്ന്. ഇതേത് കൂടി ഇപ്പം എസ്കേപ്പ് ആയത്?
ആ ചെറിയ ഇത് കൂടെ അവനക്ക് ഇറങ്ങാൻ പറ്റുമോ? ഞാൻ ജമ്പ് ചെയ്ത് ഇതാ വെച്ചിട്ട് വലിയ സേഫ്റ്റിയിൽ അത് വെച്ചത്. ഏത് കൂടി ഇറങ്ങിപ്പോയവൻ ഇങ്ങനെ എസ്കേപ്പ് ആയത്. ഇവിടെ വേറെ വഴിയൊന്നും കാണില്ല. ഇല്ല, എവിടെയും വഴിയില്ല. എങ്ങനെ എസ്കേപ്പ് ആയി? ഔ, ഇവിടെ പുള്ളി ഡബിൾ ചെക്ക് ചെയ്തതാണല്ലോ. എങ്ങനെ വെച്ചാൽ എന്തായാലും ഇത് ഞാൻ അവിടെ എന്തായാലും ഇപ്പോൾ കറങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മുടെ ബ്രീഡർ എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ. ഞാൻ അടുത്ത വീഡിയോ വരും പോയൊക്കെ മിക്കവാറും അയൺ ഫാമിലുള്ള വില്ലേജസിൻ്റെ കാര്യത്തിൽ ഒപ്പിച്ച് വെക്കും. കാരണം അയണിപ്പോൾ ആവശ്യമുണ്ട് അയണിപ്പോൾ ആവശ്യമുണ്ട്. എന്തായാലും തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോട്ടെ. ഫുഡുണ്ടായിരുന്നു, കയ്യിൽ ഫുഡുണ്ടോ? ഫുഡ് അടിച്ചിട്ട് നമുക്ക് നമ്മളെ ബേസിലേക്ക് പോകാം. എന്നിട്ട് ഞാൻ തിരക്കുള്ള പണിയിടാം ഗൈസ്. ഞാൻ തിരിച്ച് നെതർന്ന് ഇവിടെ എത്തി. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന വില്ലേജർ അവിടെ എസ്കേപ്ഡ്. ഒരു മിനിറ്റിൻ്റെ മൈക്കൊന്ന് ശരിയാക്കിക്കോട്ടെ. അപ്പം ശരിയായി തോന്നണം. എടാ എവിടെടാ ഈ പൊട്ടന്മാരെ കൊണ്ട്? നമുക്ക് പോകാം. അവിടുന്ന് കുറച്ച് വുഡ് എടുത്തിട്ട് പോകാം. ഒരു വാർപ്പടിൻ്റെ സ്റ്റൈലിലാണ് നമ്മൾ ഇതുണ്ടാക്കണം. എൻ്റെ ഹെഡ്ഫോൺ എന്തോ പറ്റി, ഇതൊക്കെ ബ്ലറ കടിക്കും. പുതിയ മേടിക്കാൻ പൈസ ഒന്നുമില്ലേ? അവിടുത്തെ ഒരു 30-32 അങ്ങനെ വുഡ് ഒപ്പിച്ചിട്ട് കളിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ തിരിച്ച് ബേസിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിന് പണി തുടങ്ങാം. ഡിസൈനൊന്നും കിട്ടിയിട്ടില്ല. കുറച്ച് വുഡ് എടുത്ത് വെക്കുക എന്നാണ് ഇപ്പോൾ പ്ലാൻ. പോർട്ടൽ അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇത് നിന്നവിടെ ആവശ്യമില്ല. നമുക്ക് ഇനി ഇതിൻ്റെ സ്റ്റേഴ്സും കാര്യമൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം. നേരെ ഓടുക, തുറക്കുക, ഇവിടെ പോവുക. രണ്ട് സൈഡിൽ നിൽക്കി ഇവിടെ നിൽക്കി വന്നിരുന്നു. ഒന്ന് ഉണ്ടാക്കിയിട്ട് കാണിക്കാം കേസ്. ഓക്കെ, ഇതെന്തോ ബഗ് അടിച്ചിരിക്കേ. ഇപ്പം തുറക്കാൻ പറ്റി. ഇപ്പം കംപ്ലീറ്റ് ആവും. ഞാൻ ഇത്ര കംപ്ലീറ്റ് ആക്കി അവിടെ നിന്ന് കാണില്ല. അപ്പോൾ കംപ്ലീറ്റ് ആക്കി കാണിച്ചല്ലോ. അങ്ങനെ ഇതാണ് നമ്മളെ പുതിയ പോർട്ടൽ ബിൽഡ്. എങ്ങനെയുണ്ട്? രസമുണ്ടോ? എനിക്കിഷ്ടപ്പെട്ട. എന്തായാലും നല്ല ചെറിയൊരു ക്യൂട്ട് ബിൽഡ്. രസമുണ്ട്. ബാക്കും ഫ്രണ്ട് പോലെ തന്നെയാണ് ഇരിക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നിങ്ങളിതിൽ ഒരു 5 റേറ്റിംഗ് ചെയ്യുക. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഇപ്പോൾ അടുത്തൊരു മൾട്ടിപ്ലെയർ ഇത് തുടങ്ങുന്നുണ്ട്. മൾട്ടിപ്ലെയർ സീരീസ് നമ്മുടെ ഫിജോസാർ ഗെയിം എന്ന് പറഞ്ഞ യൂട്യൂബറിൻ്റെ കൂടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ അവരുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ അടി കൊടുത്തേക്കാം. അപ്പോൾ ഞങ്ങളെ 2 ചാനലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടിൽ ദെൻ ബൈ.